കോഴിക്കോട് ആസ്ഥാനമായുള്ള കുട്ടികളുടെ ഫുട്ബോൾ അക്കാദമിയായ സെപ്റ്റിലെ കുട്ടികൾ ദുബായിൽ പര്യടനം നടത്തി. അണ്ടർ 12 ഇന്റർനാഷണൽ സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വരെ എത്തിയാണ് ഈ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. സെപ്റ്റിന്റെ കേരളത്തിലെ 41 സെന്ററുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുട്ടികളാണ് ടീമിലുണ്ടായിരുന്നത്. ടീമിന് വിദഗ്ധ പരിശീലനം നൽകുന്ന ഹോളണ്ടിൽ നിന്നുള്ള കോച്ച് മാർസൽ വാൻഡിക് ദുബായിൽ ടീമിനോടൊപ്പം ചേർന്നു. 16 അംഗ ടീമും 4 ഒഫീഷ്യലുകളും ടൂർണമെന്റിന് മുന്നോടിയായി ദുബായിലെത്തിയിരുന്നു. ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിന്റെ ഫൈനലിലെത്തിയാണ് കേരളത്തിലെ ചുണക്കുട്ടികൾ തങ്ങളുടെ കഴിവ് തെളിയിച്ചത്. ദുബായ് സോക്കർ സർക്കസിനോട് 4-1 ഫൈനലിൽ കുട്ടികൾ തോറ്റതെങ്കിലും എതിരാളികളോട് ഇഞ്ചോടിഞ്ച് പോരാടിയാണ് തങ്ങളുടെ ആദ്യ വിദേശ ടൂർണമെന്റിൽ സെപ്റ്റ് കീഴടങ്ങിയത്. സ്റ്റാമിനയിലും കളിക്കാരുടെ വലുപ്പത്തിലും സോക്കർ സർക്കസിനായിരുന്നു മുൻതൂക്കവും. ദുബായിലെ 7 സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരങ്ങൾ. ആദ്യമായി വിദേശത്ത് കളിക്കുന്നതിന്റെ ആവേശത്തിലായിരുന്നു കുട്ടികളും. ദുബായിൽ ടൂർണമെന്റ് വന്ന ശേഷം എനിക്ക് നല്ലൊരു സന്തോഷം തോന്നിയാണ്. ചങ്ങന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ കളിക്കാന്നൊക്കെ പറയുമ്പോൾ ദുബായിൽ ചിലവർ ഞങ്ങളെ ക്ലാസ് എന്നൊക്കെ പറയും പോരട്ടെ, നിങ്ങൾ പോയിട്ട് അവിടെ എന്താ വെച്ചുമ്പോൾ കളിയാണെന്ന് പറയും. അപ്പോൾ അവർക്കൊരു ഇതാണ് കളി ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നല്ല സാർമാർ ഓരോ ആഴ്ച ചെയ്യുമ്പോൾ ഓരോ സ്കില്ലെടുക്കും. അത് ഓരോ ആഴ്ച കൊണ്ട് പഠിച്ചിരിക്കും. സാർമാർ കുറേ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ നോക്കുന്നതും ഇത്ര കുട്ടികളാക്കിയതൊക്കെ. 2004 കോഴിക്കോട് ആരംഭിച്ച സെപ്റ്റ് ചുരുങ്ങിയ കാലം കൊണ്ടാണ് മികച്ച ഒരു ഫുട്ബോൾ നഴ്സറിയായി മാറിയിരിക്കുന്നത്. സെപ്റ്റിലെ കുട്ടികളാണ് കേരളത്തിന്റെ അണ്ടർ 14 ടീമിൽ മിക്കവാറും തിരഞ്ഞെടുക്കപ്പെടുന്നതും. ഫിൻലൻഡ്, സ്വീഡൻ, മലേഷ്യ എന്നിവിടങ്ങളിൽ നടന്ന വിവിധ ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം നടത്തിയ സെപ്റ്റിന്റെ 3 താരങ്ങൾ ഇന്ത്യയുടെ അണ്ടർ 14 ടീമിലും അംഗങ്ങളായിരുന്നു. 2 കുട്ടികൾ അമേരിക്കയിൽ വിദഗ്ധ പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തുവെന്ന് ടീം രക്ഷാധികാരി പ്രൊഫസർ CM അബ്ദുറഹ്മാൻ പറയുന്നു. നമ്മൾ ഉദ്ദേശിച്ച ക്യാച്ച് ദം യങ് ആൻഡ് കോച്ച് ദം പ്രോപ്പർലി ആ വാക്യം സഫലമാക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് ഏകദേശം കുറേശ്ശെ നമുക്ക് ഫലം കിട്ടുകയും ചെയ്തു തുടങ്ങി. ഇപ്പോൾ TFL ഒരു കുട്ടി ഇപ്പം കിട്ടി. 2 ആൾ ഇന്ത്യൻ ടീമിൽ ഫ്ലോറിഡയിൽ ട്രെയിനിങ്ങിലാണുള്ളത്. പിന്നെ അണ്ടർ 14 നന്നായിട്ട് ടീം പോകുന്നുണ്ട്. ഈ അണ്ടർ 12 നല്ല ഫങ്ഷനിങ് ആണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ ഫുട്ബോളിൽ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട പരിശീലനം നൽകുകയാണ് സെപ്റ്റിന്റെ രീതി. നിലവിൽ നാട്ടിൽ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ കുട്ടികളെ കളിപ്പിക്കാനാണ് ദുബായ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുവരുന്നതെന്ന് സെപ്റ്റിന്റെ ചെയർമാൻ അരുൺ കെ നാണു പറയുന്നു. നമ്മളെ നാട്ടിൽ ഈ സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾ വേറെ ഇല്ല. അപ്പോൾ ആ കുട്ടികൾക്ക് ഇവിടെയൊക്കെ വന്ന് കളിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന എക്സ്പോഷറും എക്സ്പീരിയൻസും അത് 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 കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസം ഇരട്ടിയാവും. അപ്പം വലിയ കുട്ടികളോട് അല്ലെങ്കിൽ ഇവരെക്കാളും നന്നായി കളിക്കുന്ന കുട്ടികളെ കളിക്കാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അത് ഉണ്ടാക്കലാണ് നമ്മൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഇങ്ങനത്തെ ടൂർ കൊണ്ടും ഇങ്ങനത്തെ ടൂർണമെൻറ്റ്സ് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങളില്ലാത്തതിനാലാണ് ദുബായ് പോലെ വിദേശ രാജ്യങ്ങളിലെത്തി പരിശീലനം നടത്തേണ്ടി വരുന്നതെന്ന് കോച്ച് പറയുന്നു. ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു ഗ്രൗണ്ടില്ല, ഒരു ഗ്രാസ് പിച്ച് ഇല്ല. അപ്പോൾ അതുപോലത്തെ ഒരു ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ആകെ ഒരു പ്രശ്നമാണ്. കുറച്ച് മാച്ചസ് കഴിഞ്ഞാൽ അവർ ഇതിനോട് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസം. രാജ്യാന്തര താരം മെസ്സിയുടെ ആദ്യകാല കോച്ചുമാരിലൊരാളും ബാഴ്സലോണ യൂത്ത് ടീമിന്റെ കോച്ചുമായ ആൽബർട്ട് ബനീജിസും കുട്ടികളുടെ കളി കാണാനെത്തിയിരുന്നു. കുട്ടികൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാനും ഇദ്ദേഹം തയ്യാറായി. രാജ്യാന്തര തലത്തിൽ ഫുട്ബോളിന് വേണ്ട ടെക്നിക്കൽ കഴിവുകൾ കുട്ടികൾക്കുണ്ടെങ്കിലും ശാരീരിക ക്ഷമതയിലാണ് ഇന്ത്യയിൽ നിന്നുള്ളവർ പിന്നോട്ട് പോകുന്നതെന്ന് ഹോളണ്ടിൽ നിന്നെത്തിയ കൺസൾട്ടന്റ് കോച്ച് മാർസൽ വാൻഡിക് പറയുന്നു. They are very talented and what they do better than most teams I see here is they have technical skills and they use it.
if I look at these boys, especially number 10, number 7, I think it's very good players. Small, not too. If you see the opponent today, they are very, yes. But they can't play very well. It's the most thing they do is play a long ball, run, kick and rush. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഏതാനും ആളുകളുടെ സഹായത്തിലാണ് സെപ്റ്റ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഷാർജയിൽ വ്യവസായിയായ മലയാളി KE ഫൈസൽ നേതൃത്വം നൽകുന്ന ഷബാന ആൻഡ് ഫൈസൽ ഫൗണ്ടേഷനാണ് ദുബായ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന ടീമിൻ്റെ മുഖ്യ പ്രായോജകർ. സെപ്റ്റിനെ കുറിച്ച് കേട്ടറിഞ്ഞ ഫൈസൽ കോഴിക്കോട്ടെത്തിയാണ് സ്പോൺസർഷിപ്പ് നൽകിയത്. ഇപ്പോഴും ടീമിനെ സഹായിക്കുന്നതും ഇത്തരത്തിലുള്ള ആളുകൾ തന്നെ. ടീമിൻ്റെ പ്രകടനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ സ്പോർട്സ് മന്ത്രി KB ഗണേഷ് കുമാർ ടീമിന് വേണ്ട സഹായങ്ങൾ നൽകാൻ തയ്യാറായിട്ടുണ്ട്.